വേനൽ കനത്തു തുടങ്ങിയതോടെ പാലക്കാടൻ വഴിയോരങ്ങളിൽ ഇളനീർ കച്ചവടം പൊടിപൊടിക്കുകയാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ചൂട് ഇനിയും ഉയരുമെന്നതിനാൽ ഇളനീരിന് ആവശ്യക്കാർ ഏറും. പക്ഷേ ആവശ്യത്തിന് ഇളനീർ കിട്ടാനില്ലാത്തത് പ്രതിസന്ധിയാകുന്നതായി കച്ചവടക്കാരെ ആശങ്കയിലാക്കുന്നു. 40 രൂപക്ക് നൽകിയിരുന്ന ഇളനീരിന് ഇപ്പോൾ 60 രൂപ വരെയായിട്ടും ആവശ്യക്കാരുണ്ട്. എന്നാൽ ഇളനീർ കിട്ടാനില്ലാത്തതിനാൽ പലപ്പോഴും കച്ചവടം ഒന്നിടവിട്ട ദിവസങ്ങളിലായെന്ന് ചെറുകിട കച്ചവടക്കാർ പറയുന്നു. തേങ്ങയ്ക്ക് വില വർദ്ധിച്ചതോടെ കർഷകർ കച്ചവടക്കാർക്ക് ഇളനീർ കൊടുക്കാതായതാണ് പ്രതിസന്ധിക്ക് കാരണം. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഇളനീരിന്റെ വരവ് ഗണ്യമായി കുറഞ്ഞു. തെങ്ങിൽ നിൽക്കുന്ന തേങ്ങ ഒന്നിന് 28 രൂപയാണ് കച്ചവടക്കാർ നൽകുന്ന വില. തേങ്ങ പറിച്ചു കൊണ്ടുപോകുന്നതുൾപ്പെടെ ഒരു ചെലവും കർഷകൻ അറിയേണ്ടതില്ല. തേങ്ങ കിലോഗ്രാമിന് 70 മുതൽ 80 വരെയാണ് വിപണി വില. അതേസമയം ഇളനീരിന് 24 രൂപ മാത്രമാണ് കർഷകന് ലഭിക്കുന്നത്. 2 ആഴ്ച അധികം നിർത്തിയാൽ 4 രൂപ അധികം ലഭിക്കുമെന്നതിനാൽ കർഷകർ ഇളനീർ കൊടുക്കാൻ മടിക്കുകയാണ്. വരവ് കുറവാണോ? എന്താണ് സംഭവം? തേങ്ങ വില കൂടിയത് കൊണ്ടാണ്. നമുക്ക് ആഴ്ചക്ക് 1 രൂപയുടെ കിട്ടുള്ളൂ. ഇപ്പോൾ വേലന്താവളത്തുനിന്നും ചിറ്റൂരിൽ നിന്നാണ് നമുക്ക് കായ് കിട്ടുന്നത്. ഇനിയും വില കൂടാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ വേനൽ ചൂടല്ലേ, ഇനിയും കായ് കിട്ടുമെന്നും ഡൗട്ടാണ്. 2-3 മഴ കെട്ടി വെച്ചാൽ നമുക്ക് കുറച്ച് കായ് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ ആവശ്യക്കാർ വേനലായതുകൊണ്ട് കൂടുതലില്ലേ? കൂടുതൽ പോകും. സ്കൂൾ ഇപ്പോൾ എക്സാം ആണല്ലോ, എക്സാം എല്ലാം കഴിഞ്ഞ് വെച്ചാൽ ഇനി കുറച്ച് സ്പീഡ് കൂടും. അതെല്ലേ? ഇളനീർ ആവശ്യപ്പെട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. മറ്റു ഹോസ്പിറ്റൽ കേസുകൾ ഇപ്പോൾ നോമ്പാണല്ലോ, സിംസ് നോമ്പായതുകൊണ്ട് നോമ്പ് തുറക്കാനും ഇളനീർ കുറച്ച് കൂടുതലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് സാധനമില്ല. ആ സാധനവും ഇല്ല. അത് ആഴ്ച പൊരുളോടെ നമുക്ക് വരുന്നുണ്ട്. ചോദിക്കുന്ന തുക മുൻകൂറായി നൽകി തേങ്ങ കച്ചവടക്കാർ കർഷകരെ പിടിച്ചുവച്ചിരിക്കുന്ന സ്ഥിതിയുമുണ്ട്. നിലവിൽ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട, പൊള്ളാച്ചി എന്നിവിടങ്ങളിലെ ഉൾപ്രദേശങ്ങളിലുള്ള തോട്ടങ്ങളിൽ നിന്നാണ് ഇളനീർ കൊണ്ടുവരുന്നത്. കൂടാതെ ചൂട് കൂടിയതോടെ ഇളനീരിൽ വെള്ളത്തിന്റെ അളവും നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നാളികേരം ഇളനീര് തെങ്ങിൽ കുറവാണ്, സാധനം കുറവാണ്. അതുകൊണ്ട് സാധനം ഇപ്പോൾ വരവ് ഇവിടെ നിന്നൊക്കെയാണ്. ചുറ്റൂര്, വേലന്താവളം. ഇതെന്ത് കുറയുന്നത് കാരണം? വേനൽ ചൂട്, മഴയാണെങ്കിലും ഇളനീര് കുടിക്കാൻ തുടങ്ങി കഴിയും. ഇത് വേനലത്ത് പറയണ്ടല്ലോ. ചൂട് സമയത്ത് കരിക്കും വെള്ളം കുടിച്ചാൽ മാത്രമേ വേഗം കൂളിങ് ആവുള്ളൂ. കാരണം സാധനം ഇങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കണം, സാധനം കിട്ടാനില്ല. അവിടെ ഭയങ്കര റേറ്റാണ്. അവിടെ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒരു 10 കച്ചവടക്കാരെ വന്നിട്ട് അവിടെ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ റേറ്റ് കോമ്പറ്റീഷൻ കൂടുതലാണ്. മുൻപ് 400 മുതൽ 500 മില്ലി ലീറ്റർ വരെ വെള്ളമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 300 മില്ലി ലീറ്ററിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇളനീർ കുടിക്കാനെത്തുന്നവരെ നിരാശരാക്കുന്നുണ്ടെന്നും കച്ചവടക്കാർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.